നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. GST ഇളവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. GST പരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കുറയും. നാളെ പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ നാളെ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിനും തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി. മധ്യവർഗത്തിനും കർഷകർക്കും സ്ത്രീകൾക്കും ഇരട്ടി മധുരമാണ് GST 2.0. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी सभी को ये बचत उत्सव का बहुत फायदा होगा. നാളെ മുതൽ 5%, 18% എന്നീ രണ്ട് നികുതി സ്ലാബുകൾ മാത്രം. അവശ്യവസ്തുക്കളിൽ 99% സാധനങ്ങളും 5% സ്ലാബിൽ വരുമെന്ന് പ്രധാനമന്ത്രി. അവശ്യവസ്തുക്കൾക്കും TV, ബൈക്ക്, കാർ, AC എന്നിവയ്ക്കും വില കുറയും. വീട് നിർമ്മാണത്തിന് ചിലവ് കുറയും. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണെന്നും ഓരോ വീടും കടയും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പൗരന്മാരെ ദൈവങ്ങളായി കാണണമെന്നതാണ് പുതുമന്ത്രം. यानी करीब 100 के निकट 99% चीजें अब 5% टैक्स के दायरे में आ गई है. हमें हर घर को स्वदेशी का प्रतीक बनाना है. गर्व से कहो ये स्वदेशी है. गर्व से कहो मैं स्वदेशी खरीदता हूं. हर भारतीय का मिजाज बनना चाहिए. भारत तेजी से विकसित होगा. GST പരിഷ്കാരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി. GST നിരക്കുകളിലെ മാറ്റം നേരത്തെ ജനമറിഞ്ഞതാണെന്നും H1B വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. 24 ഡൽഹി. GST കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട്. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണ്. അത് എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വ്യക്തതയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. വിലക്കുറവ് യഥാർത്ഥത്തിൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഗുണം ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ പോകുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, സാധാരണ ആളുകൾക്ക് കിട്ടണം. അതിന് കിട്ടുന്നതിന് പകരം കമ്പനികൾക്ക് ലാഭം കൂടാൻ കാരണമാവാം എന്ന ആശങ്കയുണ്ട്, എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയും. ഇപ്പോൾ കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറയും. ഈ 8,000-10,000 കോടി കുറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ വികസനത്തിനൊക്കെ പണം വേണം. ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ ചികിത്സയും ഇതുണ്ട്. അതിനൊക്കെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള കോമ്പൻസേഷൻ, എത്രയാണോ നഷ്ടം ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. CPI പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ടിൽ നേതൃത്വത്തിന് വിമർശനം. നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പുണ്ടാക്കുന്നു. പുരുഷ മേധാവിത്വ പ്രവണതയും പാർലമെന്ററി വ്യാമോഹവുമെന്നും റിപ്പോർട്ട്. യുവജന വിദ്യാർത്ഥി സംഘടന നിർജ്ജീവമെന്നും വിമർശനമുണ്ട്. 32 പേജുള്ള സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. ചില നേതാക്കൾ കാലങ്ങളായി ഒരേ പദവിയിൽ നിന്നും മാറാതിരിക്കുന്നത് പാർട്ടിയുടെ ഊർജം കെടുത്തുകയാണെന്നാണ് റിപ്പോർട്ടിലെ വിമർശനം. ലിംഗസമത്വത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുമ്പോഴും പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ല. പാർലമെന്ററി വ്യാമോഹം ചിലരെ ബാധിച്ചിരിക്കുന്നു. സീറ്റ് കിട്ടാത്തവർ പാർട്ടി വിടുന്നു. ചിലർ പാർട്ടി സ്ഥാനം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു. പാർട്ടി അംഗങ്ങളിലും അനുയായികളിലും ആഡംബര പ്രവണതയുണ്ട്. സ്വകാര്യ പരിപാടികൾക്കായി വൻതോതിൽ പണം ചെലവാക്കുന്നു. രാഷ്ട്രീയ ആവശ്യം മുന്നോട്ട് വയ്ക്കാതെ പാർട്ടി നേതാക്കൾ പണം പിരിക്കുന്നു. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടന നിർജ്ജീവമാണ്. തെരഞ്ഞെടുപ്പുകളിൽ വലിയ പാർട്ടികളെയും സഖ്യങ്ങളെയും മാത്രം ആശ്രയിക്കാതെ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനും ഒറ്റയ്ക്ക് മത്സരിക്കാനും പാർട്ടി തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള H1B വിസ ഫീസ് കൂട്ടിയതിലെ ആശയക്കുഴപ്പങ്ങളിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ്. പുതിയ അപേക്ഷകർക്ക് മാത്രമേ $1,00,000 ഒറ്റത്തവണ ഫീസ് ബാധകമാകൂ. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. H1B വിസ ഫീസ് $1,00,000 ഉയർത്തിക്കൊണ്ടുള്ള നയത്തിൽ ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇതൊരു വാർഷിക അപേക്ഷാ ഫീസ് എന്ന പരാമർശവും നടത്തി. ഇതോടെ മൈക്രോസോഫ്റ്റും മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദേശ ജീവനക്കാർ തിരികെ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. ഇതോടെ യാത്രയ്ക്കൊരുങ്ങാനുള്ള തത്രപ്പാടിലായി പലരും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊരുങ്ങിയവരുടെ എണ്ണം കൂടിയതോടെ ടിക്കറ്റ് നിരക്കും ഉയർന്നു.
മണിക്കൂറുകൾക്ക് ശേഷം നിലവിലെ H1B വിസ ഉടമകൾക്ക് തീരുമാനം ബാധകമാവില്ലെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നാലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ വൈറ്റിന്റെ എക്സ് പോസ്റ്റും അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പിന്റെ പ്രസ്താവനയും എത്തി. ഇപ്പോൾ H1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനവും മടക്കവും സാധാരണ പോലെ തുടരുമെന്നും അവർ പുതിയ നിരക്ക് അടയ്ക്കേണ്ടി വരില്ലെന്നും കാരലിൻ ലെവിറ്റിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. വിസ പുതുക്കലിനും അധിക നിരക്ക് ബാധകമാവില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 88 ലക്ഷത്തിലേറെ രൂപയായി ഉയർത്തിയത്. പ്രതിവർഷം $66,000 വരെ ശമ്പളം ലഭിക്കുന്ന H1B വിസ ആഗ്രഹിക്കുന്നവർക്കായാണ് കമ്പനികൾ $1 ലക്ഷം മുടക്കേണ്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അമേരിക്കൻ IT കമ്പനികളിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദേശീയ താൽപര്യത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക് 24. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ബ്രിട്ടനും ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തുന്നത്. ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും പറഞ്ഞു. I set out in July the terms upon which we would act in line with our manifesto to recognise Palestinian statehood. That moment has now arrived. So today, to revive the hope of peace and a two-state solution, I state clearly, as Prime Minister of this great country, that the United Kingdom formally recognises the state of Palestine. ഗസ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധഭീഷണിയുമായി ഈജിപ്ത്. സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഗസയിലെ ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ 10 രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ പ്രഖ്യാപനം നടത്തും. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് 4.5 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തെന്നാണ് വിവരം. പലായനം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഗസയിൽ നിന്നുള്ള നിർബന്ധിത പലായനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈജിപ്ത് സിനായ് ഉപദ്വീപിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം പലസ്തീൻ അഭയാർത്ഥികളെ അതിർത്തി കടന്ന് സിനായ് പ്രദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുമെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഈജിപ്ത് പറയുന്നു. സീനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ 10 രാജ്യങ്ങൾ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക് 24. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. കീഴ്ക്കോടതി വിധി സൗദി സുപ്രീംകോടതി ശരിവെച്ചു. സുപ്രീംകോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമ സഹായ സമിതി പ്രതികരിച്ചു. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, ഈ അബ്ദുൾ റഹീമിന്റെ മോചനം ഇതോടെ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? ഉന്മേഷ്, സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പൊതു അവകാശ കേസിൽ അബ്ദുറഹീമിന് കീഴ്ക്കോടതി 20 വർഷത്തെ തടവ് ശിക്ഷയാണ് നേരത്തെ വിധിച്ചിരുന്നത്. മെയ് 26-നായിരുന്നു ഈ വിധി. ജൂലൈ 9-ന് സുപ്രീം കോടതി ഈ വിധി ശരിവെക്കുകയും ചെയ്തു. അതായത് 19 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ അബ്ദുറഹീമിന് ഇനി ഏതാനും മാസങ്ങൾ കൂടി തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു സുപ്രീം കോടതി വിധി. പിന്നീട് ജയിൽ മോചിതനാകാം എന്നായിരുന്നു വിധി. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കൂടുതൽ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യമാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി വീണ്ടും അംഗീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ ശിക്ഷ വേണ്ട, 20 വർഷത്തെ തടവ് മതി, ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങാം എന്നത് സുപ്രീം കോടതി ശരിവെക്കുകയാണ്. സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് നേരത്തെ വധശിക്ഷ കോടതി വിധിച്ചിരുന്നു. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ മോചനദ്രവ്യം നൽകിയതോടെ ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് പൊതു അവകാശ കേസിലാണ് കേസാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിലാണ് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ഇനി ഏതാനും മാസങ്ങൾ കൂടി മാത്രമാണ് അബ്ദുറഹീമിന് ജയിൽ ശിക്ഷ ബാക്കിയുള്ളത്. ശേഷം അബ്ദുറഹീമിനെ പുറത്തിറങ്ങാം എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്.
കോഴിക്കോട് കാരശ്ശേരിയിൽ കെട്ടിട നവീകരണ ഉദ്ഘാടനം നാട്ടുകാർ തടഞ്ഞു. പ്രസിഡന്റിനെയും അംഗങ്ങളെയും നാട്ടുകാർ മടക്കിയച്ചു. കാരശ്ശേരി എള്ളങ്ങൾ കോളനിയിലെ SC കലാകേന്ദ്രം ഉദ്ഘാടനമാണ് തടഞ്ഞത്. പഴകിയ കെട്ടിടത്തിന് ചുറ്റുമതിൽ മാത്രം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിഖിൽ പ്രമേഷുണ്ട് കോഴിക്കോട് നിന്ന്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടായിരുന്നു ഈ കാരശ്ശേരി പഞ്ചായത്തിൽ വരുന്ന എള്ളങ്ങൽ കോളനിയിലെ നവീകരിച്ച SC കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാരും ഒക്കെ എത്തിയത്. അപ്പോൾ പ്രദേശവാസികളെ ഈ ഉദ്ഘാടനം തടയുകയായിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, വാർഡ് മെമ്പർ ഷാഹിന ടീച്ചർ എന്നിവരായിരുന്നു. ഇവരെയാണ് നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പഴയ കെട്ടിടത്തിന് ചുറ്റുമതിൽ നിർമ്മിച്ച് പെയിന്റ് മാത്രം അടിച്ച് നവീകരിച്ചു എന്ന് പറയാൻ തങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു ഈ നാട്ടുകാർ പറഞ്ഞത്. ബാക്കിയുള്ള പ്രവൃത്തിയായ ഇന്റർലോക്ക് വിരികൾ, ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചുള്ള റൂഫ് നിർമ്മാണം, ഇതൊക്കെ പൂർത്തീകരിച്ച ശേഷം ഉദ്ഘാടനം നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു നാട്ടുകാരെടുത്ത നിലപാട്. ഇതേ തുടർന്നാണ് ഈ ജനപ്രതിനിധികളെ നാട്ടുകാർ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പുതുതായി സ്ഥാപിച്ച ശിലാഫലകവും അവർ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ ജനപ്രതിനിധികൾ അവർ മടക്കി അയക്കുകയായിരുന്നു. നാട്ടുകാർ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ്, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. കേവലം ചുറ്റുമതിൽ നിർമ്മിക്കുകയും അതിന് പെയിന്റ് അടിക്കുകയും ചെയ്തതിന് ശേഷം പുതിയ ശിലാഫലകം വെച്ച് ഉദ്ഘാടനം നടത്തുക വഴി അതൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് നാട്ടുകാർ സ്വീകരിച്ചത്. ഇതേ തുടർന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങിപ്പോവുകയായിരുന്നു. ഉന്മേഷ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിനുള്ള എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആലപ്പുഴയിൽ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ എയിംസ് തൃശൂരിൽ സ്ഥാപിക്കും. ഇടുക്കിയിൽ 350 ഏക്കർ സ്ഥലം ലഭ്യമാക്കിയാൽ രാജ്യത്ത് തന്നെ വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും കലിംഗ സൗഹൃദ സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു. വികസന വിഷയങ്ങൾ ചർച്ചയാകുന്ന കലുങ്ക് സൗഹൃദ സംവാദ വേദിയിലായിരുന്നു എയിംസ് വിഷയത്തിലെ നിലപാട്. കേരളത്തിന് വരും, കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ്. ഇടുക്കിയിൽ 350 ഏക്കർ സ്ഥലം ലഭ്യമാക്കിയാൽ വലിയ പദ്ധതി നടപ്പാക്കും. ഒരു 350 ഏക്കർ കിട്ടുകയാണെങ്കിൽ ഇടുക്കിയിൽ താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പൊരുൾ നിർമ്മാണം അവിടെ നടക്കും. തൃശൂർ കോർപ്പറേഷനെ കലുങ്ക് സൗഹാർദ്ദ സംവാദവേദിയിൽ സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. മേയർ MK വർഗീസും വർഗീസ് കണ്ടംകുളത്തിയും നടത്തുന്ന ഭരണം ഒഴിവാക്കിയാൽ തൃശൂർ നഗരത്തിൽ വികസനം എങ്ങനെ വരുമെന്ന് കാട്ടിത്തരാമെന്നായിരുന്നു വെല്ലുവിളി. 24 തൃശൂർ. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 172 റൺസ് വിജയലക്ഷ്യം. പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 171 റൺസ് എടുത്തു. ഇന്ത്യക്കായി ശിവൻ ദുബെ 2 വിക്കറ്റ് വീഴ്ത്തി. വിവരങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, പാകിസ്ഥാൻ ഒരു പൊരുതാവുന്ന ഒരു സ്കോർ തന്നെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 171 എന്നുള്ളതാണ് പാകിസ്ഥാന്റെ സ്കോർ. പാകിസ്ഥാൻ ഒരു മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചത്. അതിനുശേഷം ഇന്ത്യ കളത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തിയെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ വീണ്ടും പാകിസ്ഥാൻ തകർത്തടിച്ച് അങ്ങനെ ഒരു 171 എന്നുള്ള പൊരുതാവുന്ന സ്കോറിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിന് ഇന്ത്യയെ പോലൊരു വളരെ സ്ട്രോങ് ലൈനപ്പുള്ള ഒരു ടീമിനെതിരെ ഇനി നന്നായി പന്തെറിഞ്ഞാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇന്ത്യ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, അതായത് ഇനി ഡ്യൂ ഫാക്ടറൊക്കെ തന്നെ വർക്കൗട്ട് ആകുമെന്നും ഇന്ത്യക്ക് ബാറ്റിങ്ങിന് കുറച്ചുകൂടി അനുകൂലമാകുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. 58 റൺസ് എടുത്ത ഫർഹാനാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറർ. കഴിഞ്ഞ മത്സരത്തിലും ഫർഹാൻ തന്നെയാണ് ടോപ്പ് സ്കോററാവുകയും ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്തത്. ഇന്നൊപ്പം തന്നെ സയീം അയ്യൂബ്, ഒപ്പം തന്നെ ഫഹീം അർഷഫ്, മുഹമ്മദ് നവാസ് എന്നിവരും പാക് ഇന്നിങ്സിലേക്ക് നന്നായി തന്നെ സംഭാവന ചെയ്തു. ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ ഒരു വലിയ ആധിപത്യം പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശിവൻ ദൂബെ, അദ്ദേഹമാണ് 2 വിക്കറ്റ് എടുത്ത ശിവൻ ദൂബെയാണ് ഇന്ത്യൻ നിരയിൽ കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത്. ഹർദിക് പാണ്ഡ്യ 1 വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് യാദവും 1 വിക്കറ്റ് വീഴ്ത്തി. ജസ്പ്രീത് ബുംറയ്ക്ക് കനത്ത പ്രഹരമേറ്റതാണ് ഈ മത്സരത്തിലെ മറ്റൊരു പ്രത്യേകത. 4 ഓവറിൽ 45 റൺസാണ് ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ വിട്ടുകൊടുത്തത്. ആദ്യ ഓവറിൽ മുതൽ ജസ്പ്രീത് ബുംറയെ കടന്ന് ആക്രമണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇന്ത്യക്ക് 172 എന്നുള്ളത് ഈ പിച്ചിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്കോറല്ല. പക്ഷേ ഇന്ത്യ കരുതലോടെ കളിക്കുകയും ഇന്ത്യ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് ഈ ജയം എന്നതിനപ്പുറത്ത് കഴിഞ്ഞ മത്സരങ്ങളിലെ വിവാദങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഈ മത്സരത്തിൽ ജയിച്ചേ തീരൂ എന്നുള്ളൊരവസ്ഥ എത്തിയിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPIയും തള്ളി. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJPയും RSSുമായി CPIMന്റെ ബാന്ധവം പുറത്തുവന്നെന്ന് UDF നേതാക്കൾ വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്നാണ് UDFന്റെയും BJPയുടെയും വിമർശനം. ഇത് കള്ളപ്രചാരണമാണെന്ന് സർക്കാരും CPIMും. ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം AI നിർമ്മിതമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തെന്നാണ് സർക്കാർ വാദം. രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗശേഷം പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനായി പോയതാണെന്നും മന്ത്രി. ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പം പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യമെന്ന് നേതാക്കൾ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി സ്തുതിക്ക് പിന്നാലെ SNDPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന CPIM നേതാവ് G സുധാകരൻ. SNDP യോഗം അധികാരവർഗത്തിന് പിന്നാലെ പോകുന്നു എന്നാണ് വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ SNDPയിലും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു. ഇന്നലെ അയ്യപ്പ സംഗമവേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിലെത്തിയത് മുതൽ ആരംഭിച്ചതാണ് വിവാദങ്ങൾ. പിന്നാലെ വേദിയിൽ പിണറായി വിജയനെ പുകഴ്ത്തി പ്രസംഗം. പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സുഭക്തിയാണെന്ന്. ഇപ്പൊ തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത്. അപ്പൊ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലേ. സംഭവം രാഷ്ട്രീയ ചർച്ചയായതിന് പിന്നാലെയാണ് G സുധാകരന്റെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പേര് പരാമർശിക്കാതെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. SNDP യോഗത്തിന്റെ തന്നെ പരിപാടികൾ പരിശോധിക്കുകയാണെങ്കിൽ അധികാരമുള്ളവരുടെ പുറകെയല്ല ശ്രീധാരണ പ്രസ്ഥാനം പോകേണ്ടത്. അവരെയൊക്കെ ബഹുമാനിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ അതിന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം അധികാരമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരാണെന്ന് ഒരിക്കലും തെറ്റായി ചിന്തിക്കരുത്. ശ്രീധാരണ സങ്കല്പിച്ചിട്ട് പോലുമില്ല. പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും, മറ്റാരും ആ സ്ഥാനത്ത് വന്നിട്ട് കാര്യമില്ല തുടങ്ങിയ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളിൽ SNDP യോഗത്തിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. ഇതിനിടെയാണ് നേതൃത്വത്തെ ആകെ വിമർശിച്ചുള്ള G സുധാകരന്റെ പ്രതികരണം. 24 ആലപ്പുഴ. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചു. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയാണ് സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് എത്തിച്ചത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വിവാദമായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. ഇന്നലെ രാത്രി അതീവ രഹസ്യമായാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. നിലവിൽ ദേവസ്വം സ്റ്റോർ റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. തന്ത്രിയോട് കൂടിയാലോചിച്ച് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിക്കും. ശുദ്ധികലശം ഉൾപ്പെടെ നടത്തേണ്ടതിനാൽ തന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അയ്യപ്പ ശ്രീകോവിലിന്റെ വാതിലിനും കേടുപാടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപ്പാളികളുടെ പുനഃസ്ഥാപനവും വാതിലിന്റെ അറ്റകുറ്റപ്പണികളും ഒരുമിച്ച് പൂർത്തിയാക്കി ശുദ്ധികലശം ചെയ്യാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനം. ഇന്ന് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ചില്ലെങ്കിൽ തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക. അതേസമയം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന വിവരം ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിക്കും. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. AV ജയശങ്കർ, 24 പത്തനംതിട്ട. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. തന്റെ 48 വർഷത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമെന്ന് മലയാളത്തിന്റെ പ്രിയ താരം. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താൻ. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും മോഹൻലാൽ. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ, ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം നമ്മൾ കാണുന്ന
ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ ഒരു പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു മൊമെൻ്റാണ്. പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. ജൂറിക്കും സർക്കാരിനും നന്ദി. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണിതെന്നും താരം. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. യൂണിറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ: ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലാ മീഡിയക്കാർക്കും വേണ്ടി ഒടുവിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടക്കം. 24 കൊച്ചി. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം തുടരുന്നു. വിവിധ മേഖലകളിലുള്ളവർ മോഹൻലാലിന് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവർ മോഹൻലാലിന് അഭിനന്ദനം അറിയിച്ചിരുന്നു. സിനിമ, സാംസ്കാരിക മേഖലയിൽ നിന്ന് പ്രിയതാരത്തിന് ആശംസകൾ തുടരുകയാണ്. മോഹൻലാലിനും മലയാള സിനിമയ്ക്കും ലഭിച്ച അർഹിക്കുന്ന അംഗീകാരമെന്ന് സഹപ്രവർത്തകർ. നമ്മുടെയൊക്കെ സ്വന്തമാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചതിൽ ഏതൊരു മലയാളിയെയും പോലെ, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേയറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അഭിമാനകരമായ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയാണ്. നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു വലിയ അംഗീകാരമാണ്. അതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നുണ്ട്. അർഹമായ അംഗീകാരമെന്നും മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് താനെന്നും ഫേസ്ബുക്കിൽ അമിതാഭ് ബച്ചൻ. മമ്മൂട്ടി ഉൾപ്പെടെ മോഹൻലാലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിന് അഭിനന്ദനവുമായി ഇന്നും രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. മോഹൻലാലിന്റെ ഈ നേട്ടം മലയാളത്തിന്റെ, കേരളത്തിന്റെ ആവേശകരമായ ഒരു നേട്ടം തന്നെയാണ്. മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവാർഡിന് മോഹൻലാൽ അർഹനാകുക എന്ന് പറഞ്ഞാൽ 100% അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഈ അംഗീകാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. മോഹൻലാലിനെ ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു. അനുപമമായ കലാജീവിതത്തിനുള്ള അംഗീകാരം എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസ. ന്യൂസ് ഡെസ്ക് 24. കേരളത്തെ വാനോളം പുകഴ്ത്തി കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്പർ 1 കേരളം രാജ്യത്തിന് വഴികാട്ടുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണ വേദിയിലാണ് കർണാടക മന്ത്രിയുടെ കേരള പ്രശംസ. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പരാജയമെന്ന് ചൂണ്ടിക്കാണിച്ച് അതിശക്തമായ സമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടരുന്നതിനിടെയാണ് കർണാടക മന്ത്രിയുടെ പ്രശംസ. കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് കൂടിയായ കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞത്. എഡ്യൂക്കേഷൻ Kerala is number 1. Healthcare, Kerala is number 1. Human development, Kerala is number 1. It is the shining example for the whole of India. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് വിതരണ വേദിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലായിരുന്നു പ്രശംസ. അതേ വേദിയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുരോഗതി കൈവരിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാലിന്റെ വിമർശനം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അലകും പിടിയും മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായ ശൈലിയിൽ പഠിപ്പിച്ച് അവർക്ക് സ്കില്ലൊന്നും കൊടുക്കാതെ പഠിപ്പിച്ച് പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന അവരഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരുകൾ ഫലപ്രദമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കർണാടക മന്ത്രി കേരളത്തെ പ്രശംസിച്ചല്ല, മറിച്ച് കേന്ദ്രത്തെ വിമർശിച്ചതാണെന്ന് KC വേണുഗോപാൽ പിന്നീട് വിശദീകരിച്ചു. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെന്തിനാ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ പറയാറില്ലേ കേരള മോഡൽ, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് പുറത്തേക്ക് തിരിച്ചിരിക്കേണ്ട. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പുരോഗതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ പിന്നിലേക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണ്. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വമ്പൻ സമരങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന പ്രതിപക്ഷത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ കേരളത്തിനുള്ള പ്രശംസ തിരിച്ചടിയായി. CPIM-ന് പ്രചരണായുധവും. 24 ആലപ്പുഴ.
കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദ ഗുളിക കഴിച്ചവർക്ക് ശാരീരിക സ്വാസ്ഥ്യം എന്ന് പരാതി. ഗുളിക റബ്ബർ പോലെ വളയുന്നതായും ഗുളിക വാങ്ങിയവർ 24നോട് പറഞ്ഞു. പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിയെന്ന് ക്ലാപ്പന പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാപ്പനയിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മെറ്റോപെൽറോൾ സക്സനെറ്റ് എന്ന ഗുളിക സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ഗുളിക 2 ദിവസം കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ അസ്വസ്ഥത, എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്. തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുറിച്ചു നോക്കിയപ്പോൾ ഇത് റബ്ബർ പോലെ ഇരിക്കുന്നു. മണവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. 50 മില്ലിഗ്രാം ഉള്ള ഗുളിക പകുതിയാക്കി കഴിക്കാൻ പലരും ശ്രമിച്ചപ്പോഴാണ് ഗുളിക റബ്ബർ പോലെ വളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുളികയ്ക്ക് റബ്ബറിന്റെ മണവും അനുഭവപ്പെടുന്നുണ്ട്. ഗുളിക കഴിച്ച പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പകുതി മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പകുതിയാക്കാൻ വേണ്ടി അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ചില ദിവസം കഴിക്കും, ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇടകൊണ്ടാന്ന് തോന്നി ഈ മരുന്ന് വെച്ചിട്ട് തീർക്കുന്നു. ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ഇക്കാക്കറിയാം, പെട്ടെന്നൊരു തളർച്ച പോലെ ഒന്ന് ഓടിപ്പോയി ഞാൻ കിടക്കും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളിക സംബന്ധിച്ചാണ് പരാതി. പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിയെന്ന ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ 24നോട് പറഞ്ഞു. അതിൻ്റെ മാനേജറെ വിളിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും ആ മരുന്ന് നിർത്തിവെക്കാൻ ഡോക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. ആ വിതരണം ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ മരുന്ന് നിർത്തിവെക്കാനെന്നാണ് പറഞ്ഞത്. വെള്ളത്തിൽ ഇട്ടിട്ടും ഗുളിക അലിയുന്നില്ല. ക്ലാപ്പനയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 30,000 ഗുളികകളാണ് ഇത്തരത്തിലെത്തിയത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇതേ ബാച്ചിലുള്ള ഗുളികകൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഗുളികകൾ പരിശോധനയ്ക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു. 24 കൊല്ലം. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ മലപ്പുറത്തെ KPCC അംഗത്തിന് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി. മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച പൊന്നാനി സ്വദേശി അഡ്വക്കേറ്റ് ശിവരാമനാണ് നീതി ലഭിച്ചത്. മർദ്ദിച്ച CPO ഹരിലാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 2020 സെപ്റ്റംബർ 9 ശിവരാമൻ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുമ്പോഴാണ് പോലീസ് മർദ്ദനമേറ്റത്. ഒരു കൈക്ക് പരിക്കുണ്ടെന്ന് പറഞ്ഞിട്ടും അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശിവരാമൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. എന്നെ ആദ്യത്തെ ലാത്തി ചാർജ് നടത്തി ആ ഓട്ടോ സ്റ്റാൻഡിന്റെ പുറകിലൂടെ ഞാൻ മാറിപ്പോകുമ്പോഴും ഇദ്ദേഹം എന്നെ പുറകിലൂടെ വന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിന്റെ ഇടയിലിട്ട് ഗ്യാപ്പിലിട്ട് 2 ഓട്ടോകളുടെ ഗ്യാപ്പിലിട്ട് വീണ്ടും എന്നെ ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട്. ആ വിഷ്വൽസ് നിർഭാഗ്യവശാൽ ആർക്കും കിട്ടിയിട്ടില്ല. ഇതിനെതിരെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ഇന്ന് അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തി. മർദ്ദിച്ച CPO ഹരീഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. പരിക്കു പറ്റിയ ഈ സാഹചര്യത്തിൽ, മുറിവേറ്റ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ അടിച്ചത്, ലാത്തി ചാർജ് നടത്തിയത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. 5 വർഷത്തെ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിലാണ് ശിവരാമന് നീതി ലഭിച്ചത്. 24 തിരൂർ. അഖില കേരള ധീവരസഭ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ മുൻ MLA V. ദിനകരന്റെ 80ാം പിറന്നാൾ ആഘോഷങ്ങൾ ആലപ്പുഴയിൽ നടന്നു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സുധീഷ് ദിനകരൻ രചിച്ച എന്റെ അച്ഛൻ എന്ന പുസ്തകം രമേശ് ചെന്നിത്തല സുജാത ദിനകരന് കൈമാറി പ്രകാശനം ചെയ്തു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, PP ചിത്തരഞ്ജൻ MLA, സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങി നിരവധി പേർ V. ദിനകരന് ജന്മദിന ആശംസകൾ നേരാനായി നേരിട്ടെത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KM റോയ് അനുസ്മരണം കൊച്ചിയിൽ നടന്നു. എറണാകുളം BTHൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സുപ്രീംകോടതി ജഡ്ജി സിറിയക് ജോസഫ് മുഖ്യാതിഥിയായി. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യു വർഗീസ് അടക്കമുള്ള പ്രഗത്ഭർ പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചിയിലെ സാംസ്കാരിക പ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിപാടിയുടെ ഭാഗമായി KM റോയിയുടെ 4ാം ചരമവാർഷികമാണ് KM റോയ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ പരിശീലനം ആരംഭിക്കാൻ അവസരം ഒരുക്കി പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1, +2 പഠനത്തിനൊപ്പം IIT, എയിംസ് ഇന്റഗ്രേറ്റഡ് എൻട്രൻസ് പരിശീലനവും നടത്താം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശ സെന്ററുകളിലുമായി ഒക്ടോബർ 5-നാണ് സ്ക്രീനിംഗ് ടെസ്റ്റ്.
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷങ്ങളിൽ +1, +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനവും വിഭാവനം ചെയ്യുന്നതാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ IIT AIIMS 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് റിസർച്ച് സ്ഥാപനങ്ങളായ IIT, എയിംസ്, ഐസർ തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കാണ് പരിശീലനം നൽകുക. പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഒക്ടോബർ 5-ന് നടക്കും. 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റും ഒക്ടോബർ 5-ന് തന്നെയാണ് നടക്കുക. കേരളത്തിലെ വിവിധ ജില്ലകളിലും ബംഗളൂരു, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് ടെസ്റ്റിന് അവസരമുണ്ട്. സ്ക്രീനിംഗ് പരീക്ഷയിലെ ആദ്യ റാങ്കിന് 10 ലക്ഷം രൂപയും 2ാം റാങ്കിന് 5 ലക്ഷം രൂപയും ഉൾപ്പെടെ 20 കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പുകളും നിരവധി കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരവും ലഭിക്കും. സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് സ്റ്റുഡന്റ് മൈത്രി സ്കീമിൽ ഉൾപ്പെടുത്തി സ്കോളർഷിപ്പുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം. രജിസ്ട്രേഷന് വെബ്സൈറ്റ് സന്ദർശിക്കുക. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.